വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മളിതുവരെ 17 മണ്ഡലങ്ങളിലൂടെ കടന്നുപോയി വിജയേട്ടാ. തിരുവനന്തപുരം നോക്കി, കൊല്ലം നോക്കി, പത്തനംതിട്ട നോക്കി, ആലപ്പുഴ നോക്കി, എറണാകുളം നോക്കി, അങ്ങനെ പല പല സ്ഥലങ്ങളിലൂടെ നോക്കി. പിന്നെ നമ്മൾ ഇടുക്കി ടച്ച് ചെയ്യാം, അതിന് ഇതൊന്നുമില്ല. ഇടുക്കി നമുക്ക് ചർച്ച ചെയ്യാം, പക്ഷെ അത് നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കണം. പക്ഷെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഫസ്റ്റ് നമുക്ക് തുടങ്ങാം. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് തുടങ്ങാം. തൃശ്ശൂരും കോഴിക്കോടും വയനാടും കണ്ണൂരുമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ ബി.ജെ.പിക്ക് വളരെ സാധ്യതയുള്ള മണ്ഡലം തൃശ്ശൂർ തന്നെയാണ്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി അവിടെ നിന്ന് തൃശ്ശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുകാട്, ഗുരുവായൂർ, ഇതിൽ ഗുരുവായൂർ ഒഴിച്ച് ബാക്കി 7ഇടത്തും 6ഇടത്തും ബി.ജെ.പി ഒന്നാമതായിരുന്നു. ഈ ഒന്നാം സ്ഥാനത്തെത്തിയ ആ നിയമസഭ ഒരു വോട്ടിംഗ് ഇത്തവണ ഇവിടെ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതെ, ഇതൊക്കെ സുരേഷ് ഗോപി തരംഗമായിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ തൃശ്ശൂരിൽ പത്മജ ഗോപാൽ നിൽക്കുമ്പോൾ അവിടെ എന്തായിരിക്കും തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത് എന്നതിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം. ഇത് വളരെ മികച്ച മത്സരമായിരിക്കും ഇത്തവണ തൃശ്ശൂർ. ഞാൻ 3 ജില്ലകളാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒന്ന് തിരുവനന്തപുരം, കോട്ടയം വലിയ ആകാംക്ഷ നിൽക്കുന്ന ഒരു ജില്ലയാണ്. രണ്ടാമത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂർ എന്താണ് അതിൽ പ്രധാനം ഈ പത്മജ വേണുഗോപാലിനാണ്. കാരണം തൃശ്ശൂർ സുരേഷ് ഗോപി ഒന്നാമത് എത്തിച്ച മണ്ഡലമാണ്. പക്ഷെ അവിടെ ഞാൻ ഇന്നലെയും ഒക്കെ ആയിട്ട് ചില തൃശ്ശൂരുള്ള സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരൊന്നും ബി.ജെ.പിക്കാരല്ല. അപ്പോ വ്യാപാരികളും മറ്റുമൊക്കെയാണ്. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം, പത്മജയ്ക്ക് വലിയ ചാൻസ് ആണ് തൃശ്ശൂർ ഉള്ളത് എന്ന് തന്നെയാണ്. അതിന് കാരണമുണ്ട്. കാരണം അവിടെ നിന്ന് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി, അതും ചെറിയൊരു മാർജിനിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി, സ്വന്തം പാർട്ടിക്കാർ തന്നെ കാലിവാരി തോപ്പിച്ചാണ് കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥി. രണ്ടാമത്തെ കാര്യം, അവിടെ ഈ ബി.ജെ.പിക്കും ഒക്കെ അപ്പുറത്തേക്ക് കുറച്ച് വോട്ടുകളെ സ്വാംശീകരിക്കാൻ പത്മജയ്ക്ക് കഴിയും. കാരണം ഒരുപാട് ബന്ധങ്ങൾ, അത്തരത്തിലുള്ള ഒരു കണക്ഷൻസ് അവർക്ക് അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അവർക്കെതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥി അത്ര വലിയ പാർട്ടി ഈ ഇടതുപക്ഷത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി അത്ര വലിയ ഒരു സ്ഥാനാർത്ഥി അല്ല എന്നുള്ളതാണ് ഒരു വലിയ ആശ്വാസം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കുഴപ്പമില്ലാത്ത സ്ഥാനാർത്ഥിയാണ്. അവിടെ അദ്ദേഹം കോർപ്പറേഷനിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. പക്ഷെ അവിടെ ഒരു മുൻതൂക്കം പത്മജയ്ക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ നിരന്തരം അവിടെ കാണുന്ന ഒരു മുഖം, അവിടെ നിൽക്കുന്ന ഒരു മുഖം എന്നുള്ള ഒരു ഇമേജ്. രണ്ടാമത്തെ കാര്യം, സുരേഷ് ഗോപിക്ക് കിട്ടിയ ഒരു പരിഗണനയെ കുറച്ച് കിട്ടും. കാരണം കഴിഞ്ഞ തവണയും സുരേഷ് ഗോപിയായിട്ട് തന്നെയായിരുന്നു നിയമസഭ മത്സരിച്ച് അവർ പരാജയപ്പെട്ടു. സുരേഷ് ഗോപിയായിട്ട് 950 വോട്ടിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നു. 950 1000-ന് താഴെയായിരുന്നു. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സാധ്യത. അപ്പൊ തൃശ്ശൂർ വലിയ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ട് അവർക്ക് വലിയ സാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് നാട്ടിക. സുരേഷ് ഗോപിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷം നൽകിയ ഒരു മണ്ഡലമാണ് നാട്ടിക. അവിടേക്ക് ഇടതുപക്ഷത്തിന്റെ CPI-യുടെ CC മുകുന്ദൻ വരുന്നു. ഈ CC മുകുന്ദനെ അദ്ദേഹം അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞിട്ടല്ലോ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. മീറ്റിംഗിന് വിളിച്ചിട്ട് വരുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് പുറത്താക്കിയത്. ആ CC മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ബി.ജെ.പി നാട്ടികയിലും വലിയ പ്രതീക്ഷയാണ് ബി.ജെ.പി നൽകുന്നത്. ഇവിടെ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന 2 മണ്ഡലങ്ങളുണ്ട്. അതിലൊന്ന് ഈ മണലൂരാണ്. മണലൂര് നമ്മുടെ AN രാധാകൃഷ്ണൻ പതിവായി നിന്ന് വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് മണലൂര്. അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ ഈ മണലൂർ ലക്ഷ്യമാണ് ബി.ജെ.പി വലിയ രീതിയിലുള്ള പ്രവർത്തനം. അത് തൃശ്ശൂരും ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ചോദിക്കും തദ്ദേശത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ തദ്ദേശത്തിന് കയ്യിലിരിപ്പ് കൊണ്ട് തോറ്റുപോയി എന്നേ പറയാൻ കഴിയും. അപ്പോൾ ഈ നിയമസഭാ മണ്ഡലം മണലൂര് ഇവർ വളരെയധികം ശ്രദ്ധിക്കുകയും അവിടെ പുതിയതായി വോട്ടർമാരെ ചേർക്കുക, പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്തിരുന്നു. അവിടെ നമ്മുടെ ഈ പഴയ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ, അദ്ദേഹം ഇപ്പൊ സംസ്ഥാന വൈസ് പ്രസിഡന്റ്മാരിൽ ഒരാളാണ്, മിടുക്കനാണ്. പുള്ളിയാണ് തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയം ഒരുക്കിയതിൽ ഒരു പ്രധാന കക്ഷിയുമാണ്. അദ്ദേഹമാണ് മണലൂർ മത്സരിക്കുന്നതും. അവിടെ ഒന്ന് TN പ്രതാപനാണ് എതിരാളിയായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ മണലൂര് വലിയ പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ നാഗേഷ് മത്സരിക്കുന്ന പുതുക്കാടും ഈ കാലാകാലങ്ങളിലായിട്ട് ബി.ജെ.പി വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു ഇടമാണ് പുതുക്കാട് ഒക്കെ പറഞ്ഞത്. പ്രധാനപ്പെട്ട ഈ ഉല്ലൂരിലടക്കം ബി.ജെ.പി വോട്ട് വർദ്ധിപ്പിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിപ്പിക്കുകയോ ഇല്ലെങ്കിൽ പരാജയ സാധ്യതകൾ ഉള്ളതോ, അതായത് 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ എത്തുന്നതുമായ മണ്ഡലങ്ങളാണ് ഈ പറഞ്ഞ നാട്ടികയും തൃശ്ശൂരും മണലൂരും പുതുക്കാടും ഒക്കെ തന്നെ വലിയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. അതൊരു നിർണായകമായ ജില്ലയായിട്ട് മാറുകയാണ്. ഈവൻ ഗുരുവായൂർ പോലും ബി ഗോപാലകൃഷ്ണന് വലിയ വോട്ട് പിടിക്കാൻ കഴിയും. അതായത് നേരത്തെ ഉണ്ട്. കാരണം അവിടെ ബി.ജെ.പിക്ക് വലിയ ഒരു ഹോൾഡറുള്ള ഏരിയ ഒന്നും അല്ല ഈ ഗുരുവായൂർ എന്ന് പറയുന്നത്. അവിടെ കാലാകാലങ്ങളായിട്ട് വോട്ട് അങ്ങനെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാറുമില്ല. പക്ഷെ ഇത്തവണ ബി ഗോപാലകൃഷ്ണൻ വോട്ട് വർദ്ധിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ജയിക്കുമെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. വോട്ട് വർദ്ധിക്കാനുള്ള സാഹചര്യം വലിയ രീതിയിൽ തന്നെ ഗുരുവായൂർ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസ്താവന തന്നെ വലിയൊരു ബ്രേക്കിംഗ് ആയി മാറിയിരുന്നു. കാരണം അതൊരു നിർണായകമായ ഒരു ചോദ്യമാണ് അവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ മനസ്സിലേക്ക് ഇടുന്നത്. ഇല്ലെങ്കിൽ ഗുരുവായൂരിനെ സ്നേഹിക്കുന്ന കേരളത്തിലുള്ള ലക്ഷോപലക്ഷം
വിശ്വാസികളുടെ മനസ്സിലേക്ക് ഉയർത്തിവിട്ടൊരു ചോദ്യമാണ്. സാറിന് ഇത് പലപ്പോഴും ഗുരുവായൂർ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നവർ ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു പരിപാലന ക്ഷേത്രമാണ്, അതിന്റെ ചുറ്റും എന്താണ് നടക്കുന്നത്, അവിടുത്തെ ഭരണാധികാരികളുടെ കുഴപ്പമല്ലേ, റോഡ് ശരിയാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടേക്കാണ് ശ്രീമാൻ ബി ഗോപാലകൃഷ്ണൻ ഉയർത്തിയ ഒരു ചോദ്യം. അതൊരു വലിയ ചോദ്യം തന്നെയാണ്, ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ചട്ടലംഘനമാണോ അല്ലയോ എന്നുള്ള മറ്റൊരു കാര്യം. പക്ഷെ കൃത്യമായി തന്നെ ആ ചോദ്യം ഉന്നയിക്കാൻ ബി ഗോപാലകൃഷ്ണന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ള ജില്ല കോഴിക്കോടാണ്. കോഴിക്കോടെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു ഇടമായിട്ടാണ് കോഴിക്കോട്. പ്രത്യേകിച്ച് കോഴിക്കോട് നോർത്തിലൊക്കെ അവർക്ക് വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അവിടെ അവർ മത്സരിപ്പിക്കുന്ന നവ്യ ഹരിദാസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ 2 തവണ കോർപ്പറേഷനിലേക്ക് ജയിച്ച് ഇത്തവണ 3-ാം തവണയും ജയിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ച് ദേശീയ തലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പൊ അവരെ അടക്കം വലിയ രീതിയിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്തുകൊണ്ട് വലിയ മുന്നേറ്റം തന്നെ കോഴിക്കോട്. ഒരുപക്ഷെ ഭാവിയിൽ തൃശ്ശൂർ കഴിഞ്ഞാൽ BJPക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണായിട്ട് കോഴിക്കോടിന്റെ പല മണ്ഡലങ്ങളും മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനുള്ളൊരു വർക്ക് അവർ ഇപ്പോഴേ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനടുത്തോട്ട് കിടക്കുന്ന മറ്റൊരു ജില്ലയാണ് വയനാട്. വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ബത്തേരി, മാനന്തവാടി ഒക്കെയാണ് BJPക്ക് കുറച്ചുകൂടെ ഹോൾഡറുള്ള ഏരിയ. അത് വാർഡിയിൽ ശ്യാംരാജാണ് മത്സരിക്കുന്നത്. നമ്മുടെ യുവ നേതാവ് ABPയുടെ ദേശീയ നേതാവൊക്കെ ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ബത്തേരിയിലും അത്യാവശ്യം വോട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ വോട്ടുണ്ട് പറയുമ്പോൾ ജയിക്കുമെന്നുള്ള അർത്ഥമാക്കുന്നത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലം എന്നുള്ളതാണ്. മറ്റൊന്ന് കണ്ണൂരാണ്. കണ്ണൂർ ഇപ്പോൾ ആകെപ്പാടെ കലുഷിതമായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കണ്ണൂർ കുറച്ചുകൂടെ ശക്തരായ സ്ഥാനാർത്ഥികളെ BJP പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു അവസരത്തിൽ കലക്കവെള്ളത്തിൽ കുറച്ച് മീൻ പിടിക്കാൻ കഴിയുമായിരുന്നു എന്നൊരു സാഹചര്യമാണ് ഇപ്പൊ കണ്ണൂർ നിലനിൽക്കുന്നത്. കാരണം കണ്ണൂർ ഇടതുപക്ഷത്തിനകത്ത് തന്നെ വിമതപ്പെടാനുണ്ട്, വിമതന്മാർ മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെ അവരുടെ തലമുതിർന്ന നേതാവ് കെ സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം. ഈ സാഹചര്യമൊക്കെ BJPക്ക് മുതലെടുക്കാൻ പറ്റേണ്ടതാണ്. പക്ഷെ സി ഗോപിനാഥൊക്കെയാണ് അവിടെ മത്സരിക്കുന്നത്, അദ്ദേഹമൊക്കെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവിടെയും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ അത് കുറച്ചുകൂടെ ഒരു ഗ്രഹപാഠം ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ കണ്ണൂര് കുറച്ചുകൂടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജില്ല തന്നെയായിരുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും ജില്ലകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ ജില്ലയിൽ നിന്ന് എടുത്ത് പറയാൻ കഴിയുന്ന തീപാറുന്ന പോരാട്ടം എന്ന് നമ്മളിപ്പോൾ പറയുന്നത് തൃശ്ശൂരുള്ള 3 ജില്ലകളാണ്. അതില് നാട്ടിക, തൃശ്ശൂര്, മണലൂരാണ്. മറ്റൊന്ന് നമ്മൾ ബാക്കി ജില്ലകളിലൊന്നും അത്തരത്തിലൊരു പോരാട്ടം നടക്കുന്നില്ല, വോട്ട് വർദ്ധിപ്പിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 3 നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് 16 മണ്ഡലങ്ങളുടെ കാര്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീവാറും പോരാട്ടം നടക്കുന്ന 16 മണ്ഡലങ്ങളുടെ കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടേക്ക് ഇപ്പോൾ നമുക്ക് ഒരു 3 മണ്ഡലങ്ങൾ കൂടി എഴുതി ചേർക്കാം. അങ്ങനെ 19 മണ്ഡലങ്ങൾ നമ്മളിപ്പോ ഇത്രയും ജില്ലകൾ കവർ ചെയ്തപ്പോഴത്തേക്കും BJP ഒരു സ്ട്രോങ് ആയിട്ട് മത്സരിക്കുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ വോട്ട് വർദ്ധിപ്പിക്കാനോ ജയസാധ്യത നൽകുന്ന 19 മണ്ഡലങ്ങളെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിപ്പോ അവശേഷിക്കുന്നത് ഇനി പാലക്കാടും കാസർഗോഡും മാത്രമാണ് നമുക്കിനി നമ്മുടെ അനാലിസിസിൽ അവശേഷിക്കുന്നത്.